ബാലേട്ടൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കുടുംബത്തിലെ മൂത്ത ഏട്ടൻ. ആളെപ്പോഴും പുറത്താണ്ടാവുക. നിങ്ങൾ പറഞ്ഞ മർച്ചന്റ് നേവിയെ പോലെ ഊറിവിട്ടല്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്നെ വന്ന് കണ്ട് കാര്യം പറഞ്ഞപ്പോ പിന്നെ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ചെറുക്കന്റെ അമ്മാവനാ. ഇവരൊക്കെ അവന്റെ സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ മർച്ചന്റ് നേവിയില്ല. ഇതിലാരാണ്? ചെറുക്കൻ പെണ്ണുമായിട്ട് അകത്ത് സംസാരിക്കുക. എന്നെ ഇവിടെ നാട്ടി ഇറക്കിയപ്പോ അത് പടിയടച്ച് പിണ്ണം വെച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു നല്ല കാര്യം നടക്കുമ്പോ ഒന്നറിയിക്കായിരുന്നില്ലേ? ഞാൻ അവളുടെ ചേട്ടനല്ലേ? ഏട്ടൻ എപ്പോ വന്നു? മോൾക്ക് ആളെ ഇഷ്ടമായ? എല്ലാം സർവേശ്വരന്റെ തീരുമാനമായിരിക്കും. അല്ലാതെ എന്താ പറയാ ബാലേട്ട? ഏത് ഈശ്വരന്റെ തീരുമാനമായാലും ഇത് നടക്കില്ല. നടത്തും, നടത്തിക്കും. നീ നടത്തിയില്ലേ ഭംഗിയായിട്ട് നിന്റെ മറ്റേടത്ത് അനിയത്തിയുടെ കല്യാണം? അവളിപ്പോ മറ്റൊരുത്തിൻ്റെത്. ഞാൻ നിന്നോട് ചോദിച്ച എന്റെ വാടകപ്പണം മറ്റെവിടെയും. എല്ലാം നിന്റെ അതിബുദ്ധി. എനിക്കിത് മതി. അവളെക്കാളേറെ എന്തുകൊണ്ടും ഇവളാ മെച്ചം. എന്റെ അനിയത്തിയെ അത് വേണ്ട, അത് വേണ്ട. അനിയത്തിയോടുള്ള അതിയായ വാത്സല്യം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഏതൊരേട്ടനും പരിസരബോധം നഷ്ടപ്പെടാം. നീ ഈ പെടാപ്പാടുപെടുന്ന എന്തിനാണെന്ന് ഇവർക്കറിയില്ല, എനിക്കറിയാം. ആ കുടുംബത്തിന്റെ കഥ ഈ കുടുംബം അറിയാതിരിക്കാൻ, അതിന്റെ പേരിൽ ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ. അത് വേണോ ബാലേട്ട? വേണമെങ്കിൽ പോ, പടിക്ക് പുറത്തു പോടാ ബാലേട്ട. എന്താ ബാലേട്ട? നീ ഇപ്പൊ എങ്ങോട്ടാ? എന്താ? ഏത് നരകത്തിലേക്കെന്നാ ചോദിച്ച്? എവിടേക്കാണെങ്കിലും ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ചാവാൻ യാത്ര. എന്താ ഭദ്ര? പിന്നെന്താ, ബാലേട്ടനെ പോലെ ഒരാൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. അതെ അതെ, പക്ഷെ അതിനു മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ വേണ്ടി വരും. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഒരുതരം റീപ്ലാന്റേഷൻ? ഈ മർച്ചന്റ് നേവിക്കാരൊക്കെ എങ്ങനെ പണി തീരുന്നതുവരെ കൂടെ തന്നെ കാണുമല്ലോ അല്ലേ? മനസ്സിലായില്ല. മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം. നീ അതല്ലല്ലോ. പേരറ്റ നിൽക്കുമ്പോഴും കുടുംബത്തിൽ കയറി വിഹിതം ചോദിക്കും അല്ലടാ തന്തയ്ക്ക് പിറക്കത്തുള്ള.
കാൽ ചുവട്ടി വെച്ചില്ലടാ നീ എന്റെ അച്ഛനെ. എന്താടാ നീ പറഞ്ഞിരുന്നത്? ഞാൻ കാവൽപ്പട്ടിയാണെന്നല്ലേ? അതാടാ എന്റെ അച്ഛന്റെ സകല സമ്പാദ്യങ്ങളുടെ കാവൽപ്പട്ടിയാ ഞാന്. പട്ടിക്കൊരേ ഒരു മര്യാദയുള്ളൂ, കടിച്ചു കീറുക, നശിപ്പിക്കുക. വേണ്ട ബാലേട്ട, മുസ്തഫ പറഞ്ഞ നിർത്താൻ. ഇവനെ എവിടുന്ന് കെട്ടിയെടുക്കാതെ ഒരു അടിയാണെങ്കിലോ ഞാൻ പണ്ടാറടങ്ങാൻ എടുത്തോണ്ട് പോണ ഈ സാധനത്തിന്. എന്താ പറ്റിയതെന്റെ ബാലേട്ട? അവിടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോഴും ഒരു പന്തിക്കേട് തോന്നിയത് എനിക്ക്. എന്താ ബാലേട്ട പ്രശ്നം? ഒന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങള്. പ്രശ്നങ്ങളില്ലാതെ ബാലേട്ടനില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ ഒറ്റൊരുത്തം കാരണ എനിക്ക് ഇതെല്ലാം ഉണ്ടായത്. ഗൾഫിൽ പോവാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ചൊന്ന് 75,000 റുപ്യ മുസ്തുനി ജീവിതം ഉണ്ടാക്കി തന്നത്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിനക്ക് 75,000 രൂപ. എനിക്കറിയാൻ മറന്നുണ്ടാവുന്നു. കൊടുക്കണതും വാങ്ങണതും അവിടെ വെച്ച് എന്നെ മറക്കണ പാർട്ടിയല്ലേ ബാലേട്ടൻ? ശരിയാ ശരിയാ. ഞാൻ നിനക്ക് എടാ മുസ്തു, ബാലേട്ടൻ ആദ്യമായി കൊടുത്ത പണം തിരിച്ചു വയ്ക്കുക. പലിശ സഹിതം നീ തരുമോ? എനിക്ക് 3 ലക്ഷം രൂപ. ഇതെന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നും അല്ലാതായി നിൽക്കുക ഇതിന്റെ പേരിൽ. തരുവാടാ നീ എനിക്ക്. ബാലേട്ടാ, എന്നെ അങ്ങനെ ചെറുതാക്കരുതട്ടോ. പഴങ്കഞ്ഞും പച്ചമുളകും കൂട്ടി പള്ളപ്പൈപ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു ധൈര്യത്തിന്. കോഴിക്കോട്ടങ്ങാടിൽ ഓട്ടോറിക്ഷ ഓടിച്ചും ചാലിയാറിൽ മുങ്ങി മണലും വാരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ച ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിന് വേണ്ടി കണ്ണു നിറയ്ക്കേ. മറ്റുള്ളവർക്ക് വേണ്ടി നെട്ടോട്ട് ഓടണം നിങ്ങള് 3 ലക്ഷം റുപ്യന്റെ പേരിൽ കുടുംബത്ത് വില കെട്ടവനാവേ. പിന്നെ എന്തിനാ ബാലേട്ടെ മുസ്തൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണേ? എടുത്തോ, എന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തോ. എന്നിട്ട് മതിയായില്ലെങ്കിൽ ബാലേട്ടന്റെ കടം വീട്ടാൻ പഴയ കൂലിത്തല്ലിന് പോവാൻ ഈ മുസ്തു റെഡിയാ. മതി മതി. നിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് പഠിച്ചോണ്ടാ. ബാലേട്ടാ,